ഫിഖ്ഹ് 54 തയമ്മുമു വൽ ഇആദത്തു. തയമ്മുമും മടക്കി നിസ്കരിക്കലും. ഇന്നലെ ഒന്നിൽ കൂടുതൽ തയമ്മും ചെയ്യുന്നതിൻ്റെ രൂപങ്ങളും കാരണങ്ങളുമാണ് പറഞ്ഞത്. വളരെ പ്രാധാന്യമർഹിക്കുന്ന, ശ്രദ്ധയർഹിക്കുന്ന ഒരു വിഷയമാണ് അത്. അതുപോലെ തന്നെ പ്രാധാന്യമുള്ള കാര്യമാണ് ഇനി പറയുന്നത്. നിസ്കാരം മടക്കി നിസ്കരിക്കേണ്ട സാഹചര്യമുണ്ടാകും തയമ്മും ചെയ്ത് നിസ്കരിച്ചാൽ. ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് നിസ്കാരം. മടക്കി നിസ്കരിക്കേണ്ടി വന്നാൽ പോലും സമയത്തിൻ്റെ മഹത്വം പരിഗണിക്കേണ്ടത് വളരെ ആവശ്യമുള്ളതുകൊണ്ടാണ് ശറഅ് അങ്ങനെ ഒരു നിയമം വെക്കാനുള്ള കാരണം. അപ്പോൾ ഒരു കാരണവശാലും നിസ്കാരം സമയത്ത് തൊട്ട് പിന്തിക്കരുത് എന്ന സന്ദേശമാണ് ഈ അധ്യായം നമ്മോട് പറയുന്നത്. മൗദിഉൽ ഇല്ലത്തി, രോഗമുള്ള സ്ഥലം. ഇല്ലം യകുൻ അലൈഹി സാത്തിറുൻ, അതിൻ്റെ മുകളിൽ മറയില്ലെങ്കിൽ, ബാൻഡേജ് പോലെയുള്ള വസ്തുക്കളില്ലെങ്കിൽ. ലാ യജിബു മസ്ഹൂബിൽ മായി, വെള്ളം കൊണ്ട് അവിടെ തടകൽ നിർബന്ധമില്ല. ബൽ മറിച്ച് യജിബു ബിത്തുറാബി, മണ്ണുകൊണ്ട് തടവൽ നിർബന്ധമാണ്. ഇതാ അംകന, സാധിക്കുമെങ്കിൽ. അപ്പം മുഖത്തോ കൈകളിലോ ആണ് മുറിവെങ്കിൽ അവിടെ ബാൻഡേജ് പോലെയുള്ള മറകൾ ഇല്ലെങ്കിൽ വെള്ളം കൊണ്ട് തടവൽ നിർബന്ധമില്ല, മറിച്ച് മണ്ണുകൊണ്ട് തടവൽ നിർബന്ധമാണ്. ഇനി വൈനിഹ്താജ ഇലാ സാത്തിരിൻ, മറ ആവശ്യമായിട്ട് വന്നാൽ, അഥവാ ഈ പറഞ്ഞ ബാൻഡേജോ കെട്ടോ ഒക്കെ ആവശ്യമായിട്ട് വന്നാൽ, വജബ വൽഉഹു അലാ തുഹ്രിൻ കാമിലിൻ, സമ്പൂർണമായ ശുദ്ധിയോടുകൂടെ ആയിരിക്കണം അത് വെക്കേണ്ടത്, അത് നിർബന്ധമാണ്. വനസുഹു ഇൻദ ത്വഹാറത്തി മാലം യക്ഷ മഹദുറൻ, അപാകതകളും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാവില്ല എന്ന് കണ്ടാൽ അയച്ചു മാറ്റൽ നിർബന്ധമാണ്. ശുദ്ധീകരിക്കുന്ന സമയത്ത് ആ ബാൻഡേജ് അയച്ചു മാറ്റുന്നത് കൊണ്ട് സൂക്ഷിക്കപ്പെടേണ്ട ഒരു കാര്യം വരില്ല എന്ന് ഉറപ്പാണ്. അങ്ങനെ ഭയമില്ലെങ്കിൽ ശുദ്ധീകരണ സമയത്ത് ആ ബാൻഡേജ് അല്ലെങ്കിൽ ആ മറ നീക്കൽ നിർബന്ധവുമാണ്. ഫൈൻ ഖാഫ വജബ മസ്ഹു ബിൽ മായി വലാ യജിബു ബിത്തുറാബി, ഇനി ആ ബാൻഡേജ് നീക്കാൻ പ്രയാസമാണ്, നീക്കുന്നത് കൊണ്ട് മറ്റ് ചില വിഷയങ്ങളുണ്ടാകുമെന്ന് ഭയപ്പെടുന്നുണ്ട്, എന്നാൽ വെള്ളം കൊണ്ട് തടവൽ നിർബന്ധമാണ്. വലാ യജിബു ബിത്തുറാബി, മണ്ണുകൊണ്ട് തടവൽ നിർബന്ധമില്ല. അപ്പോൾ തയമ്മുമിൻ്റെ അവയവങ്ങളിൽ മുറിവാണെങ്കിൽ അവിടെ ബാൻഡേജ് ഒന്നും ഇല്ലെങ്കിൽ മണ്ണുകൊണ്ട് തടവൽ നിർബന്ധമാണ്, വെള്ളം കൊണ്ട് തടവേണ്ട നിർബന്ധമില്ല. ബാൻഡേജ് ഉണ്ടെങ്കിൽ വെള്ളം കൊണ്ട് തടവൽ നിർബന്ധമാണ്, മണ്ണുകൊണ്ട് തടവൽ നിർബന്ധമില്ല. ഇനി ഫൈൻകാന ബിജുർഹിൽ മുതയമ്മിമി ദമുൻ കസീറുൻ, തയമ്മും ചെയ്യുന്നവൻ്റെ മുറിവിൽ ധാരാളം രക്തമുണ്ട്, മാപ്പർഹിക്കാത്ത. ഔക്കാന സാത്തിറുൻ ഫി ഉൾവി തയമ്മുമി മിൻഹു, അല്ലെങ്കിൽ അവൻ്റെ തയമ്മും ചെയ്യുന്ന അവയവത്തിൽ മറയുണ്ടെങ്കിൽ, മുഖത്തോ കയ്യിലോ വെള്ളം ചേരുന്നതിന് തടസ്സമാകുന്ന മുറിവിലെ മറ, ബാൻഡേജ് പോലത്തെ വസ്തുക്കളുണ്ടെങ്കിൽ, ഔ അഹദ സാത്തിറു മിന സഹീഹി സിയാദത്തൻ അലാ ഖദിൽ ഇസ്തിംസാഖ്, അല്ലെങ്കിൽ ഈ മറ രോഗമില്ലാത്ത സ്ഥലത്തു നിന്ന് കെട്ട് അവിടെ നിൽക്കാൻ ആവശ്യമായതിനേക്കാൾ കൂടുതൽ സ്ഥലം കെട്ടിൻ്റെ ഉള്ളിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, ഔലം യൗഹുദില്ല ഖദറുൽ ഇസ്തിംസാക്കി ലാക്കിൻ ഊദിയ അലാ ഹദസിൻ, അല്ലെങ്കിൽ കെട്ട് നിൽക്കാൻ ആവശ്യമായ അത്ര മാത്രമേ രോഗമില്ലാത്ത സ്ഥലം കെട്ടിനുള്ളിൽ പെട്ടിട്ടുള്ളൂ, പക്ഷേ ശുദ്ധിയില്ലാതെയാണ് ആ കെട്ടുവെച്ചത്. ഈ 4 രൂപങ്ങളിൽ വജബത്ത് അലൈഹി ഇയാദത്തു സ്വലാത്തി, നിസ്കാരം ആവർത്തിക്കൽ, മടക്കൽ നിർബന്ധമാണ്. 1, രക്തത്തിൽ കൂടുതൽ രക്തമുണ്ടായിരിക്കുക മുറിവിൽ, അല്ലെങ്കിൽ തയമ്മുമിൻ്റെ അവയവമാവുന്ന മുഖത്തോ കൈകളിലോ ആവുക ഈ ബാൻഡേജ്, അല്ലെങ്കിൽ മറ്റവയവങ്ങളിലാണ്, പക്ഷേ ആ കെട്ടിൻ്റെ ഉള്ളിൽ ആ കെട്ട് നിൽക്കാൻ ആവശ്യമായതിനേക്കാൾ സ്ഥലം പെട്ടിട്ടുണ്ട്, രോഗമില്ലാത്ത ഭാഗം. 3, നാലാമത്തത് കെട്ട് നിൽക്കാൻ ആവശ്യമായ അത്ര മാത്രമേ ആരോഗ്യമുള്ള സ്ഥലം പെട്ടിട്ടുള്ളൂ, രോഗമില്ലാത്ത സ്ഥലം.
പക്ഷെ ശുദ്ധിയില്ലാതെയാണ് വെച്ചത്. ഈ 4 രൂപങ്ങളിൽ മടക്കണം. ഫഇല്ലം യഹുദി സാത്തിറു മിനസ് സഹീഹി ഷൈഅൻ, ഇനി രോഗമില്ലാത്ത സ്ഥലം തീരെ മറക്കുള്ളിൽ പെട്ടിട്ടില്ല. ഔ അഹദ കതൽ ഇസ്തിംസാക്കി, അല്ലെങ്കിൽ കെട്ടു നിൽക്കാൻ ആവശ്യമാവുന്നത്ര മാത്രമേ കെട്ടിനുള്ളിൽ പെട്ടിട്ടുള്ളൂ. ലാക്കിൻ ഉളിയല തുഹുരിൻ, ശുദ്ധിയോടെയാണ് വെച്ചത്. തഅദർനഹു, ആ ശുദ്ധിയോടെ വെച്ച മറ നീക്കാൻ പ്രയാസവുമായാൽ ഫലാ തജിബുൽ ഇയാത്തും, മടക്കൽ നിർബന്ധമല്ല. അപ്പോൾ 2 രൂപത്തിൽ മാത്രമേ മടക്കേണ്ടതില്ലാത്തതുള്ളൂ. 4 രൂപങ്ങളിൽ മടക്കി നിസ്കരിക്കണം. ഇത് മുറിവും കെട്ടുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ്. എന്നാൽ വയുഈദുസ്സലാത്ത അയ്ളൻ, ഇനിയും നിസ്കാരം മടക്കി നിസ്കരിക്കേണ്ടതുണ്ട്. മൻ തയമമലി ബർദിൻ, തണുപ്പ് കാരണം തയമം ചെയ്തവൻ. അല്ലെങ്കിൽ ലൗ ഫഖദി മായിൻ ബി മഹലിൻ യൻദുറു ഫിഹി ഫഖദുൽ മായി, വെള്ളമില്ലാതിരിക്കൽ അപൂർവമാണ്. അത്തരം സ്ഥലത്ത് വെള്ളം കിട്ടാതെ തയമം ചെയ്യേണ്ടി വന്നാലും മടക്കണം. അല്ലെങ്കിൽ ലോ ഫി സഫരീൻ മാസിയത്തിൻ, കുറ്റകരമായ സഫരി മാസിയത്തിൻ, കുറ്റകരമായ ദോഷത്തിൻ്റെ യാത്രയാണ്. ആ യാത്രയിൽ വെള്ളം കിട്ടാതെ വന്നാലും മടക്കി നിസ്കരിക്കേണ്ടതാണ്. അപ്പോൾ മടക്കി നിസ്കരിക്കേണ്ട രൂപങ്ങൾ നമ്മളിവിടെ വിശദീകരിച്ചു. ഇത് പല ഒരു കേട്ട് കാര്യങ്ങൾ ഗ്രഹിക്കണമെന്ന് ഉണർത്തുകയാണ്.